ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സൺകോണൂർ കുഞ്ഞ് പറക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാലം വളരെയധികം ശ്രദ്ധിച്ച് ഇത് കെയർ ചെയ്യേണ്ട ഒരു സമയമാണിത്. ഇനി ഇതിന് ഫുഡ് കൊടുക്കാനും മറ്റൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മളുമായിട്ട് ഇണങ്ങിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് പറന്നൊക്കെ നമ്മളടുത്ത് വരാൻ തുടങ്ങി. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കുക, ഇത് ദിശ മാറിയൊക്കെ പറന്നൊക്കെ പോയി അപകടങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ ഇത് ഒരു വയറിങ്ങിൽ കുരുങ്ങിക്കിടന്നതാണ്, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി. ഇതുപോലെയൊക്കെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഫാനൊക്കെ അണച്ചിട്ട ശേഷം മാത്രമേ കൊണൂറിനെ പുറത്തിറക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം കുസൃതി കാണിക്കുന്ന ഒരു ടൈമാണിത്. ഫുഡൊക്കെ കൊടുക്കാനൊക്കെ, ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ടൈമിലൊക്കെ. പറന്ന് തുടങ്ങിയ സമയത്ത് ഇത് നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല. അത് എപ്പോഴും പറക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് കളിക്കും. അപ്പോൾ ചിറക് വെട്ടിവിടുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചിറക് വെട്ടാതെ തന്നെ വളർത്തിയെടുക്കാമെന്നുള്ള ഒരിതിൽ ആയതിനാലാണ് ഇത് ഒരുപാട് ഇതിൻ്റെ കുസൃതിയൊക്കെ സഹിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ കെയർ ചെയ്താൽ മതിയാകും. ജനാലൊക്കെ അടച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ഫാനൊക്കെ ഓഫ് ചെയ്തിടുക. കാരണം ബുദ്ധിയില്ലാത്ത ഒരു പ്രായമായതിനാൽ ഇതെങ്ങോട്ട് വേണമെങ്കിലും പറന്ന് പോകാം. പക്ഷേ പിന്നീട് അതിന് തിരിച്ചു വരാൻ അറിയാത്തൊരവസ്ഥ. എങ്കിലൊക്കെ ഇത് വളരെ നല്ലൊരു രസകരമാണ് ഇത് വളർത്തുന്നത് എന്നുള്ളത്. നല്ല ഒരു നമ്മളുമായിട്ട് ഇണങ്ങുന്ന ഒരു കിളിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ട് തന്നെ കിളി വളർന്നു വരുന്നുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു പ്രായപൂർത്തി ആകുന്ന ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തുടർന്നും ഇതിൻ്റെ വീഡിയോസുകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.